ഒരുപക്ഷെ വിശ്വസ്തതയുടെയും പ്രതിബദ്ധതയുടെയും വാഗ്ദാനങ്ങളോടെ കാലക്രമേണ ഉയർച്ചയും താഴുകയും ചെയ്ത സൗഹൃദങ്ങളുടെ വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ സാന്നിധ്യം തന്നെ ശല്യമാണെന്ന മട്ടിൽ സാമൂഹിക ഇടപെടലുകളിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കി ഇപ്പോൾ നിങ്ങൾ തന്നെ ഇല്ലെന്ന് നടിക്കുന്ന അടുത്ത സുഹൃത്തുക്കളെന്ന് നിങ്ങൾ കരുതിയിരുന്ന ആളുകൾ പെട്ടെന്ന് അവഗണിക്കപ്പെടുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്തതിൻ്റെ വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. സ്വതന്ത്ര ചിന്താഗതിയെ ഭയപ്പെടുന്നവരെ തൃപ്തിപ്പെടുത്താൻ എൻ്റെ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനോ എൻ്റെ ശബ്ദം നിശബ്ദമാക്കാനോ ഞാൻ വിസമ്മതിക്കുന്നു. സ്വയം നിയമിതരായ മത നേതാക്കളെ പിന്തുടരുന്നതിന് പകരം സ്വയം ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് എൻ്റെ അപരാധമെന്ന് തോന്നുന്നു. ആധുനിക സഭ സമഗ്രതയുടെ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു. വ്യാപകമായ കാപട്യവും വ്യവസ്ഥാപിത പരാജയങ്ങളും അടിയന്തര ശ്രദ്ധ ആവശ്യമാണ്. ഒന്നാമതായി, ക്രിസ്തീയ സഭകളിൽ യഥാർത്ഥ തിരുവെഴുത്ത് കൽപ്പനകളല്ലാത്ത നയങ്ങൾ സൃഷ്ടിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളോട് കൂട്ടിച്ചേർക്കുന്നതിനോ അതിൽ നിന്ന് എടുത്തു കളയുന്നതിനോ തിരുവെഴുത്ത് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നത് രണ്ടാമതായി, ചില ക്രിസ്തീയ സഭകൾ പ്രായം, ലിംഗഭേദം, വംശം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തോടുള്ള ശത്രുതയെ അടിസ്ഥാനമാക്കി ചില വിഭാഗത്തോട് അന്യായമായ മനോഭാവം പ്രകടിപ്പിക്കുന്നു. വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തുന്നതിലൂടെ ബ്രഹ്മചര്യം പരിപാലിക്കുന്ന പെന്തക്കോസ്ത് സഭ അവരുടെ ദശാംശം നൽകുന്ന വിശ്വാസികളും ശുശ്രൂഷകരുടെ മേലും നിയന്ത്രണം നിലനിർത്താനും അവരുടെ സംഘടനയുടെ അസത്യമായ ഉപദേശങ്ങളും അധികാരത്തോടും വിശ്വസ്തരാണെന്നും ഉറപ്പുവരുത്തുന്നു. ഒരു സ്വത്തിനേക്കാൾ പണ്ഡിതോചിതമായ ആഗ്രഹം ഒരു ഭീഷണിയാണെന്ന മട്ടിൽ ബുദ്ധിക്കെതിരെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ആഴത്തിലുള്ള ചിന്താഗതിക്കാരെ അപകടകാരികളെന്ന് അവർ മുദ്രകുത്തുന്നു. എന്നാൽ സത്യത്തിൽ ഏറ്റവും അപകടകാരികൾ ചിന്തിക്കാൻ വിസമ്മതിക്കുന്നവരാണ്. മൂന്നാമതായി, അഹങ്കാരം എല്ലാ തലത്തിലും പെരുകുന്നു. നിരാലംബരിൽ അഹങ്കാരം വരേണ്യവർഗത്തിലും. ഏറ്റവും സമ്പന്നരും ആദരണീയരുമായ സഭാ നേതാക്കളിൽ ചിലർ ആരും കാണുന്നില്ലെന്ന് കരുതുമ്പോൾ പലപ്പോഴും അങ്ങേയറ്റം അഹങ്കാരം കാണിക്കുന്നു. ദൈവഹിതം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് തങ്ങൾ മാത്രമാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അഹങ്കാരവും ശ്രേഷ്ഠതാബോധവും അവരുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം പരിഗണിക്കാതെ ആരെയും ബാധിക്കും. നാലാമതായി, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ എന്നെ വിളിച്ചു. ഹലോ, ഇങ്ങനെയാണ് ആദ്യത്തെ വിളി. ഞാൻ പറഞ്ഞ ആരാ? പ്രമോദ. ഞാൻ പറഞ്ഞ ഏത് പ്രമോദ്? ദുബൈയിലെ പാസ്റ്ററുടെ മോൻ പ്രമോദ. പാസ്റ്ററെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ എല്ലാ വിഷയത്തിലും തോറ്റു പാസ്റ്ററെ. ഈ സ്ഥാപനങ്ങളിൽ പരദൂഷണവും കുശുകുശുപ്പും ഒട്ടും കുറവല്ല. ആത്മവിശ്വാസത്തോടെ പറയുന്ന ഒരു കഥയും പരസ്യമായി പ്രസംഗിക്കരുത്. ഒരാളുടെ പ്രശസ്തി തകർക്കാൻ ആരും കള്ളക്കഥകൾ കെട്ടിച്ചമയ്ക്കരുത്. എന്നിരുന്നാലും വ്യത്യസ്തരായിരിക്കാൻ ധൈര്യപ്പെടുന്നവരെ ഒറ്റിക്കൊടുക്കാനും വേദനിപ്പിക്കാനും ആളുകൾ പലപ്പോഴും തിടുക്കം കൂട്ടുന്നു. അഞ്ചാമതായി, ഒരു പുരുഷന്റെ ശ്രദ്ധയ്ക്കായി സ്ത്രീകൾ പരസ്പരം മത്സരിക്കുന്നു. കോഴിപ്പോരിൽ പോരാടുന്ന പൂവൻ കോഴികളെപ്പോലെ പുരുഷന്മാർ പരസ്പരം കടുത്തതും വിട്ടുവീഴ്ചയില്ലാത്തതുമായ മത്സരത്തിൽ ഏർപ്പെടുന്നു.
കുടുംബ പ്രാർത്ഥന ഒരു വിഗ്രഹാരാധനയുടെ തലത്തിൽ എത്തിയിരിക്കുന്നു. അതേ, ദൈവം കുടുംബത്തെ വിലമതിക്കുന്നു. സഭ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചപ്പോൾ അവർ പ്രായമായവരെയും വിധവകളെയും അവിവാഹിതരെയും അവഗണിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹം ഉൾക്കൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന സ്ഥാപനം തന്നെ ഉപേക്ഷിച്ചു. എല്ലാത്തിൻ്റെയും കാതൽ സ്നേഹത്തിലും സേവനത്തിലും അമ്പരപ്പിക്കുന്ന ഒരു പോരായ്മയുണ്ട്. യഥാർത്ഥ വിശ്വാസികൾ എങ്ങനെ സ്നേഹിക്കുന്നു എന്നതിലൂടെ നാം അവരെ അറിയുമെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു.